ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ക്രാന്തദർശിയായിരുന്നു MP വീരേന്ദ്രകുമാറെന്ന് KP മോഹനൻ MLA അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ മഹിളാ ജനതാദൾ സംസ്ഥാന കമ്മിറ്റി തലശ്ശേരി സംഗമം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച MP വീരേന്ദ്രകുമാർ അനുസ്മരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ അധ്യക്ഷയായി. മണ്ണിനു വേണ്ടിയും വെള്ളത്തിനു വേണ്ടിയും നമ്മുടെ വായുവിനു വേണ്ടിയും ശബ്ദിക്കാൻ ഇവിടെ രാഷ്ട്രീയക്കാരന് ബാധ്യതയുണ്ടെന്ന തിരിച്ചറിവ് നേരത്തെ പ്രകടിപ്പിച്ചിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ ഓർമ്മകൾ ഏതൊരു പരിസ്ഥിതി പ്രവർത്തകനും കരുത്തായി ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പരിസ്ഥിതിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ അസുജ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് വർഷം കഴിഞ്ഞാൽ, അന്ന് പറഞ്ഞതാണ്, ഒരുപാട് വർഷം കഴിഞ്ഞാൽ നമ്മുടെ ജലം അമൂല്യമായിരിക്കുമെന്ന് മാത്രമല്ല പണം കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം പ്ലാച്ചിമടയിലെ കൊക്കക്കോള പ്രശ്നം വന്നപ്പോൾ അവിടെ സമരത്തിന് ആഹ്വാനം ചെയ്തത്. ഇല്ലായിരുന്നെങ്കിൽ പാലക്കാടിൻ്റെ പ്രദേശം മുഴുവനും ഇന്ന് നമുക്കറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്നതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആർസനിക് എന്ന് പറയുന്ന വളരെ വിഷം കലരുന്ന വെള്ളമായിട്ട് അവിടുത്തെ വെള്ളം മാറുമായിരുന്നു. അത് ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ സൂചിപ്പിച്ചതാണ്. OGB നമ്പ്യാരൊക്കെ തന്നെ അന്ന് സൂചിപ്പിച്ചതാണ്. കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയായിരിക്കെ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ ESI ആശുപത്രികളെ ആധുനികവൽക്കരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. വടകര ഡയറ്റ് ലെക്ചറർ TNK നിഷ അനുസ്മരണ പ്രഭാഷണം നടത്തി. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ, സെക്രട്ടറി ഡോക്ടർ A രബിജ, ഉഷ രേരോത്ത്, വനജ വടകര, P മോനിഷ, KK ജയപ്രകാശ്, നിഷകുമാരി, ചീളിൽ ശോഭ, KC എന്നിവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.